ഈ ചേച്ചിയുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് ഉണ്ടാകാറുള്ള എന്ത് പറയുമ്പോഴായിരിക്കും? വഴക്ക് കൂടുന്നത് അതിലെ ഒരു കാര്യമുണ്ട്, എന്താ പറയുക, വഴക്കെന്ന് ഉള്ളത് വെച്ചാൽ അടിയും വഴക്കൊന്നും അങ്ങനെയൊന്നുമല്ല. വഴക്ക് എല്ലാ കാര്യത്തിനും തർക്കം കാണും. തർക്കിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തിനൊരു തർക്കം പറയുകയാണ്, ഇല്ല കാണുന്നതിന് മഞ്ഞ കളറാണ്, ഞാൻ പറയും പച്ച കളർ. പക്ഷേ അവസാനം ഒരു ധാരണ വന്നിട്ട് എന്തായാലും ഇതിനൊരു കളറുണ്ട്, അല്ല ഈ സിനിമയ്ക്കൊരു ഇതുണ്ട്. ആ ധാരണ ആര് പറഞ്ഞ ശരിയാണെങ്കിലും അയാൾ ഒരുപാട് അഭിമാനിക്കാറുമില്ല. പറ്റിപ്പോയി എന്ന് പറയാനുള്ള മനസ്സമായതുകൊണ്ട് ഇതിനൊരു വലിയ വഴക്കായിട്ടൊന്നും പോകുന്നില്ല. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്നടുത്ത് പോകുന്നത് പറയുമ്പോഴത്തേക്കും അല്ല നമുക്ക് നാളെ പോയാൽ മതി, ഇവിടെ പറയാം ഇന്ന് തന്നെ പോകണം. അവസാനം നമ്മൾ എന്ത് ചെയ്യും? വൈകിട്ട് ഇന്നും നാളെയും കൂടെ ഇടയ്ക്കുള്ളൊരു സംഭവം വെച്ച് ഞങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കി എന്താണ് വണ്ടിയുടെ അവൈലബിലിറ്റി, ഡ്രൈവറുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് എൻ്റെ കയ്യിൽ തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തെ വഴക്കാണ്. എന്ത് വഴക്ക് ഉണ്ടായാലും ഒറ്റ ദിവസം, പിറ്റേന്ന് രാവിലെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അതാണ് കുടുംബം. എല്ലാ കുടുംബത്തിലും പിന്നെ പ്രത്യേകിച്ചും രണ്ട് അഭിപ്രായമുള്ള വ്യക്തികളും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല, ധാരണ ഇല്ലെങ്കിൽ വലിയ വിഷയമാവും. കാരണം എല്ലാത്തിനും അഭിപ്രായം ഉണ്ടായിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ അലിയുടെ വീട്ടിൽ നിന്ന് അലിയുടെ വേറൊരു വീട്ടിലേക്ക് പെണ്ണാലോചിച്ച് വന്നു, എല്ലാവരും കൂടെ ബന്ധുക്കൾ പോയി നിശ്ചയം കഴിച്ചു, കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ ഇച്ചിരി ഒരു അഭിപ്രായത്തിൽ ഇത്തിരി ഒതുക്കം കാണും. മറ്റേത് രണ്ട് അഭിപ്രായമുള്ളവർ ഒന്നു ചേർന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അല്ലാത്ത കാര്യത്തിൽ രണ്ട് അഭിപ്രായം കാണും. പക്ഷേ നമ്മൾ ധാരണപ്പെടുത്തി ധാരണപ്പെട്ട് വരുമ്പോഴത്തേക്ക് വിഷയമില്ല, ഒരു വിഷയമില്ല. ഇപ്പോൾ സിനിമയെ തന്നെ ഒരു പിന്നെ വലിയ നടിയെ വെച്ച് പടം ചെയ്യുന്നതായിട്ടോ ഞാൻ ഒരു ഡയറക്ടറായിട്ട് ഞങ്ങൾ ഒരേ കുടുംബം, ഞങ്ങൾ മോനും എല്ലാം അല്ലേ, ഓരോ ഫാമിലിയിലെ കാര്യം രാവിലെ നടക്കുന്നു, അത്ര തന്നെ. അങ്ങനെ അങ്ങ് പോകുന്നു. ഷൂട്ട് ഇവിടെ നടക്കുന്നു, അത്രയും ഷൂട്ട് ഇങ്ങനെ എൻ്റെ മുറയ്ക്ക് വെക്കോളൂ, നമ്മൾ നടക്കുന്നു അല്ലേ. ഇതിലെ ഓരോ സീനുകളും നമുക്ക് എടുത്ത് പറയുമ്പോൾ പല സീനുകളുണ്ടല്ലോ. ഈ നമ്മൾ സാധാരണ ചേച്ചി അഭിനയിച്ച ഡയറക്ടർമാരുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് അത് ഓക്കെയാണ് നമ്മൾ തിരിച്ചറിയും. ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഈ ഡയറക്ടറിൻ്റെ നമ്മൾ ചെയ്ത് ഓക്കെയാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കട്ട് പറയുന്നല്ല, ഒരു മുഖഭാഗത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒത്തിരി തിരിച്ചറിയുന്നത് അല്ലാതെ അങ്ങനെ തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ വേണോന്ന് നമ്മൾ സംസാരിച്ച് നേരത്തെ ഉറപ്പിച്ചാൽ, വീട്ടിൽ നമ്മൾ സംസാരിച്ചിട്ട് ഇതിങ്ങനെ വേണം ഇങ്ങനെ വരണമായിരിക്കും എന്ന് ഉറപ്പിച്ചാണ്. പക്ഷെ ഇത് മൊത്തത്തിൽ എല്ലാവരുമായിട്ടും കൂടെ വരുമ്പോൾ അത് ഭംഗിയായിരിക്കുമോ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഓക്കെ ആണ് എന്നുള്ളത്. മുഖം കാണുമ്പം നമ്മൾ അധികം അടുപ്പവും പരിചയവും ഇല്ലാത്തൊരു ഡയറക്ടർ ആകുമ്പം കൃത്യമായിട്ട് കറക്റ്റായിട്ട് തൃപ്തിയായോ ഓക്കെ ആണോ എന്ന് പറയാൻ കുറച്ച് സംശയം വരും. ഇതിപ്പോൾ അങ്ങനല്ല, എനിക്ക് മനസ്സിലാവും അതൊക്കെ ആയിട്ടുണ്ട്, മനസ്സിലാവും നമുക്ക് അല്ലേ. വീണ്ടും എടുക്കണമെന്ന് തോന്നാറുണ്ടോ? അതെനിക്ക് മിക്കവാറും ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ജഡ്ജ്മെൻറ്റ് എനിക്ക് ഒരിക്കലും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇത് സൂപ്പറായിരിക്കും ഇങ്ങോട്ട് വിട്ടേക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ടൈമിങ് ഇത് ഓക്കെ ആയത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ മനസ്സിലാവില്ല, എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഡയറക്ടർ പറയണം, നിൽക്കുന്നവർ പറയണം. പണ്ടൊക്കെ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ലൈറ്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്നവരാണ് ആദ്യത്തെ പ്രേക്ഷകർ. അവർ കറക്റ്റായിട്ട്, കാരണം അവർ ലൈറ്റിൻ്റെ പുറകെ നിൽക്കുന്നവരാണ്, അവരുടെ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ നോക്കും. ഈ ടേക്ക് മൊത്തത്തിൽ ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു ഭാവമുണ്ട്, അത് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഈ ശ്രീ മൂവീസ് എന്നൊക്കെ പറയുന്ന അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഓഫീസേഴ്സ്. അപ്പോൾ അവരുടെ മുഖത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചേട്ടാ എന്തു ചേട്ടാ റിഹേഴ്സൽ ചെയ്ത പോലെ ചെയ്യാത്തെന്ത്, റിഹേഴ്സലിന് അത് നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകും, ഞാൻ പറയും ഒരു ടേക്ക് കൂടെ എടുക്കണേ, എനിക്ക് എന്തോ ഒരു മിസ്സായതുപോലെ. അന്ന് ഫിലിമാണ്, ഒരുപാട് പരീക്ഷണത്തിന് പറ്റത്തില്ല. പക്ഷെ അങ്ങനെ റീടേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ എപ്പോഴും ഞാൻ നോക്കും. കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഷൂട്ടിന് മുമ്പ് റിഹേഴ്സലൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അവരല്ലേ ആദ്യത്തെ പ്രേക്ഷകർ. അവരുടെ മിക്കവാറും 99% അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റാണ്. അവരത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അതല്ല അവരുടെ ഒരു പ്ലസന്റ് ആയിട്ടൊരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.